ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഇലവള്ളിക്കാവ് ചൊവ്വ ടെമ്പിളിലേക്കാണ് കേട്ടോ പോണത്. തൃശ്ശൂരുള്ള ഒരു കാവാണ് ഇലവള്ളിക്കാവ് കേട്ടോ. ചൊവ്വ ക്ഷേത്രമാണ്. ഇന്ന് മകരച്ചൊവ്വയാണ്. അപ്പോൾ ഇന്ന് അവിടെ നല്ല വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് തന്നെ തൊഴുകാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, കുട്ടികളും ഞാനും ഒക്കെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടോ. അപ്പം ഞങ്ങൾ ബൈക്കിലാണ് പോണത് കേട്ടോ. ഞങ്ങൾ 4 പേരും ബൈക്കിലാണ് പോണത്. അപ്പം അനിയനും അനിയൻ്റെ ഭാര്യയും പിന്നെ അച്ഛനമ്മ അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അനിയൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ പുറപ്പെടുന്നത്. അവർ കാറിലാണ് വരുന്നത്. നമ്മൾ ബൈക്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് കയറാൻ പോവുകയാണ് പെട്രോൾ പമ്പിൽ. കുറേ ദൂരം നമുക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പിൽ കയറി ഫുൾ ടാങ്കൊക്കെ അടിച്ചു. ഇത് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. പിന്നെ നമുക്ക് സ്ഥലമൊന്നും അറിയില്ല കേട്ടോ, എവിടെയാണ് അമ്പലം എന്നൊന്നും അറിയില്ല ശരിക്കും. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ പോണത്. അച്ഛനും അവിടെ അനിയൻ്റെ പേരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇത് അറിയാം കേട്ടോ, അമ്പലം എവിടെയാണെന്നൊക്കെ. അവർ സ്ഥിരം പോകുന്നതാണ്. അപ്പോൾ അവർ ഇത്തിരി ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ അതിന് മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂരൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഇറങ്ങി റിലാക്സ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പൂനെയൊക്കെ ഒന്ന് ഇറക്കി അവരൊന്ന് ഓടിച്ചാടി നടന്ന് റിലാക്സ് ചെയ്തു കുറച്ച് നേരം. അതിനുശേഷം പിന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് അമല ഹോസ്പിറ്റലിൻ്റെ അവിടെ ആയിട്ടാണ്. അതിന് തൊട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു വഴി കൂടെ കയറി പോകുമ്പോഴാണ് ഈ ഒരു അമ്പലത്തിലേക്ക് എത്തുക. അപ്പോൾ ആ ഒരു നാട്ടിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഉത്സവത്തിൻ്റെ എന്താ പറയുക, കാവടി അങ്ങനെ എല്ലാ സാധനങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തേര്, അപ്പോൾ നമുക്ക് സ്ഥലമൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് പിന്നെയും ഗൂഗിൾ മാപ്പ് നോക്കുകയാണ്. ഇനിയും നമുക്ക് ഉള്ളിലോട്ട് പോകാനുണ്ട് ഈ അമ്പലത്തിലേക്ക്. ഇനി എത്തിയിട്ടില്ല കേട്ടോ സ്ഥലം, ഇനിയും കുറേ പോകാനുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി വഴിയൊക്കെ കണ്ടുപിടിക്കുകയാണ് ഏട്ടൻ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്താറായി കേട്ടോ. അപ്പോൾ നമ്മൾ അമല ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് തൊട്ടപ്പുറത്തുള്ള റോഡിലാണ് വന്നത്. വഴിയൊന്നും അറിയില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. റോഡിൻ്റെ 2 സൈഡും പാടങ്ങളായിരുന്നു. നല്ല വലിയ പാടങ്ങളാണ് കേട്ടോ. നല്ല വിസ്തൃതിയിൽ കിടക്കുന്ന പാടങ്ങളായിരുന്നു 2 സൈഡും. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. വെയിലുണ്ടെങ്കിൽ അത്ര വെയിലൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ വഴിയിലെത്തിയിട്ട് ഇതേ ബോർഡൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് ഉള്ളിലേക്ക് കുറച്ചുകൂടി പോകാനുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്, തൊഴുകാനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലം, നമ്മൾ വന്നിട്ടുള്ള അമ്പലം ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് തൊഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവരിതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും തൊഴുത് നിൽക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മളിതേ കയറാനായിട്ട് പോവുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, മിക്കവാറും പറ്റുന്നുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, അത്രേ പറ്റുന്നുണ്ടാവുള്ളൂ. നമ്മളെല്ലാവരും തൊഴുതിറങ്ങിയിട്ടുണ്ട്, പോകാനായിട്ട് റെഡി ആവാൻ കേട്ടോ. അപ്പോൾ അവർ കാറിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നദാനമൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി. അപ്പോൾ അമ്മൂസാണെങ്കിൽ കാറിലാണ് വരണമെന്നും പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അമ്മൂസിനെ കാറിൽ കയറ്റി. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.
അപ്പോൾ നമ്മൾ ആ വഴിയാണ് വന്നത്, പക്ഷേ തിരിച്ചു പോകുന്നത് ഈ ഇപ്പുറത്തെ വഴി കൂടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോവുകയാണ് ഞങ്ങൾ തിരിച്ച്. അപ്പം അച്ഛൻ ഫ്രണ്ടിൽ കാർ ഓടിച്ച് പോവുകയാണ്. ഞങ്ങൾക്ക് സ്ഥലമൊന്നും അറിയില്ല ശരിക്കും, അത് കൂടെയുള്ള വഴികളൊന്നും അറിയില്ല. അപ്പോൾ അതേ അപ്പവും കാറിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും മാത്രമായി. അപ്പോൾ അവരെന്നെ ഹൈവേയിൽ നിന്നൊക്കെ വണ്ടിയിൽ കയറ്റാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവർ രണ്ടുപേരും ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ബൈക്കിലേക്ക് കയറ്റിയില്ല. പിന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ, ഭയങ്കര ദാഹമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വഴിയിൽ ഇറങ്ങിയിട്ട് സർവത്ത് കുടിച്ചു, എന്നിട്ട് പിന്നെ യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയത് അങ്കമാലി, അങ്ങനെ ആ റൂട്ട് തൃശ്ശൂർ അങ്ങനെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നത് പിന്നെ പറൂർ, കൊടുങ്ങല്ലൂർ, പറൂർ അങ്ങനെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ പിന്നെ ചെറായിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു ബീച്ചിൽ. അപ്പോൾ എല്ലാവരും ചെറായിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ചെറായി ബീച്ചിലേക്കാണ്. ചെറായി ബീച്ചിലേക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ ഞങ്ങൾ, എന്തെങ്കിലുമൊക്കെ അത് കൂടെ പോകുന്ന സമയത്തോ അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ ഇന്നും അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ ചെറായി ബീച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിതുവരെ എത്തിയിട്ടില്ല കേട്ടോ, അവരിത്തിരി ബാക്കിലാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ബീച്ചിലൊന്ന് കറങ്ങി. അപ്പോൾ അവിടെ ഈ വഞ്ചിയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മത്തി, അതായത് ചാള പിടിച്ചു കൊടുന്നിരിക്കുകയാണ് അവർ കടലിൽ നിന്ന്. അപ്പോൾ അത് മേടിക്കാനായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ചുറ്റും. അപ്പോൾ നമ്മളും മീൻ കാണാൻ വേണ്ടിയിട്ട് വഞ്ചിയുടെ അടുത്തേക്ക് പോയിട്ടോ. ഫുൾ ചാളയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അവർക്ക്. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പാവാട കൂരി ഇറങ്ങും. അമ്മ അമ്മ വീഴല്ലേട്ടാ. അപ്പൂസാണെങ്കിൽ തിരിച്ചു പോകാനേ കൂട്ടാക്കണില്ല, അവൾക്ക് ബീച്ചിലേക്ക് പോകണം തന്നെ പറയുകയാണ് അവൾ. അങ്ങനെ എങ്ങനെയൊക്കെയോ അവളെ ഞങ്ങൾ എടുത്തിട്ട് അവർ കാറിലും പോയി, നമ്മൾ ബൈക്കിലും കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ യാത്ര. അപ്പോൾ ബൈ ബൈ.